ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മറ്റേതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? UDF ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ. UDF ജയിപ്പിക്കാൻ പറ്റും, സാങ്കല്പിക ചോദ്യമാണ്, ജയിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. ജയിച്ചാൽ ലീഡർഷിപ്പിന്റെയാണ്. എല്ലാവരും പാർട്ടി പ്രവർത്തകരും ലീഡർഷിപ്പും എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള വിജയമാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. തുടർച്ചയായി 2 പ്രാവശ്യം പരാജയപ്പെട്ട UDF അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ്, പ്രതിപക്ഷ നേതൃസ്ഥാനം. അതിൽ ഞാൻ പരാജയപ്പെട്ടു. UDF തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായി ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യും. അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. നാളത്തെ കേരളത്തിന് നേതൃത്വം കൊടുക്കേണ്ട നേതാവാണ് ശ്രീ സതീശൻ. കൃത്യമായൊരു നിലപാടുണ്ട്. അവസരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും മുന്നിൽ മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജനങ്ങളാണ് തന്റെ യജമാനന്മാർ, മറ്റാരും തന്റെ യജമാനന്മാരല്ല. ആ ജനങ്ങളുടെ മുന്നിൽ, ആ ജനശക്തിയുടെ മുന്നിൽ മാത്രം വിനയപുരസരം തലകുനിക്കുന്ന സതീശൻ, മറ്റൊരു ശക്തികളുടെയും സ്ഥാപിത താൽപര്യങ്ങളുടെയും മുന്നിൽ ശിരസ് കുനിക്കാത്ത സതീശൻ, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചൂക്കോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനെ